കോൺട്രാക്ട് മാരേജ് ഭാഗം 50 റൈറ്റൻ ബൈ റോസ്. ഞാനിനി ഒരിക്കലും നിന്റെ ഭദ്രയെ വേദനിപ്പിക്കില്ല ശിവ. എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൾ എന്താണെന്ന്. ചന്ദ്രിക തൻ്റെ മനസ്സിലുള്ളത് ശിവനോട് തുറന്നു പറഞ്ഞതും അവൻ്റെ മനസ്സിൽ ഒരു മഞ്ഞു വീണ സുഖം തോന്നി. അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി മോനെ. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നീയും കൂടി കാരണമാ ഇതൊക്കെ ഉണ്ടായത്. ഞാനോ? അതെ, നീ തന്നെ. ഇത്രയും നാളും നീ പറഞ്ഞോ ഇങ്ങനെയൊരു പെണ്ണിനെ നിനക്കിഷ്ടമാണെന്ന്? പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ ഞാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? പറ. അവനൊന്ന് മോളി. ഉള്ളിൽ ചിരിയാണ് വന്നത്. എങ്ങനെയാണ് അവളെ കെട്ടിയെന്ന് തനിക്ക് മാത്രമേ അറിയൂ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടന്നത് നടന്നു. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സൂചനയെങ്കിലും തരണേ മോനെ. അത് അടുത്ത കല്യാണം കഴിക്കുമ്പോഴല്ലേ ആലോചിക്കാം. എടാ നീ. അവൻ അപ്പോഴേക്കും പോയിരുന്നവിടുന്ന്. കൊച്ചമ്മ ഇത്ര പെട്ടെന്ന് മരുമകളായി സെറ്റായോ? കല്യാണി എല്ലാം കണ്ടും കേട്ടും നിൽപ്പുണ്ടായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ കല്യാണി ചന്ദ്രികയോട് അത് ചോദിച്ചു. അതെന്താ കല്യാണി, ഞാൻ ഭദ്രയെ മരുമകളായി കാണണ്ടേ? നീ തന്നെയല്ലേ പറഞ്ഞത് അവളാണ് ശിവന് ചേരുന്നതെന്ന്. അങ്ങനെയുള്ളപ്പോൾ ഞാനും അവളെ മരുമകളായി അംഗീകരിക്കണ്ടേ? ഓ അങ്ങനെ. ഇതൊക്കെ ഇവിടുത്തെ സാറ് സമ്മതിക്കുമോ കൊച്ചമ്മേ? കല്യാണിയുടെ ചോദ്യം കേട്ടതും ഒരു നിമിഷം നിശബ്ദയായി പോയവർ. ആ ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ ഈ ഇടയ്ക്കായുള്ള മൗനം അതെന്തുകൊണ്ടാണെന്നറിയില്ല. അവളെ അംഗീകരിക്കാൻ കഴിയുമോ? അതും പെങ്ങളുടെ മകളേക്കാൾ വലുതാകുമോ ശിവൻ കൊണ്ടുവന്ന ഭദ്ര? ചിലപ്പോൾ സാറിൻ്റെ മനസ്സ് മാറിയാലോ? ആകെയുള്ള മകനല്ലേ. ഇനിയിപ്പോൾ എതിർത്ത് നിന്നിട്ടും കാര്യമില്ല. ശിവൻ സാർ ഒരിക്കലും വിടാൻ പോകുന്നില്ല അവളെ. ചന്ദ്രികയ്ക്കും കല്യാണി പറയുന്നത് ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതൊക്കെ ശരിയാകുമെന്ന് കരുതാം. അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? എല്ലാം മാറുന്നൊരു ദിവസം ഉണ്ടാകുമെന്നല്ലേ പറയുന്നത്? അത് ശരിയാ. ഞങ്ങളെപ്പോലെയുള്ളവർ ജീവിക്കാൻ തന്നെ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചാണ്. ഇതൊക്കെയല്ലേ ജീവിക്കാൻ തന്നെ കാരണം. എന്തൊക്കെയായിരുന്നു രണ്ടും കൂടി? പച്ചക്കറി കൃഷിയോ? ശിവൻ കുറേ നേരമായി പിന്നാലെ നടന്ന് അത് തന്നെ പറഞ്ഞ് കറിയാക്കുവാണ്. ഭദ്രയെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും മറുപടി പറഞ്ഞില്ല. മതി കേട്ടോ കളിയാക്കിയത്. ഞാൻ പറയും ഇനി. എന്തൊക്കെയായിരുന്നു? കണ്ണിന് കാണാൻ പാടില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടതെന്താ? ഞാനല്ല അമ്മയാ എന്നെ. ആരാണേലും സംഗതി കൊള്ളാം. കല്യാണത്തിന് ഒരാൾ കൂടി സപ്പോർട്ടായി. ഇനി ഇവിടുത്തെ കാർന്നോർ കൂടി കയ്യിലെടുത്താൽ മതി. ഓഹോ, അങ്ങനെയാണോ അപ്പോൾ കാര്യങ്ങൾ? കൊള്ളാം. ഇതൊക്കെ നടക്കുമോ? ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഇനി ഒരുമിച്ചുണ്ടാവും. അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ എല്ലാവരും സമ്മതിച്ചാൽ നല്ലതാണെന്ന് തോന്നി. അത്രമാത്രം നോക്കാം. സമ്മതിച്ചാൽ നല്ലതായിരുന്നു അല്ലേ? സമ്മതിക്കും പെണ്ണേ, നീ വിഷമിക്കേണ്ട. ഞാനില്ലേ ഇനി ഒരിക്കലും ആരും നിന്നെ ഒറ്റപ്പെടുത്തില്ല, തനിച്ചാക്കില്ല. ഞാനുണ്ടാകും എന്നും എപ്പോഴും. അവളെ ചേർത്ത് പിടിച്ചവൻ നെഞ്ചിലേക്ക് ചേർത്തു. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റെല്ലാ വിഷമവും വേദനയും താൻ മറന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. സന്തോഷം കൊണ്ട് മനസ്സാകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തനിക്കൊരാൾ വന്നു ചേരുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവനിൽ നിന്ന് അകന്നു മാറിയവൾ അവനെ നോക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒന്നിൽ മനസ്സിൽ വെച്ചേക്കരുതിനി. ഇടയ്ക്ക് നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകണം. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടി അതെല്ലാം പോകാതെ നോക്കാൻ. അവളൊന്ന് മോളി. വീടെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവളുടെ മോഡ് മാറുന്നത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്ര വർഷം അവൾ ജീവിച്ചിടമാണ്. അതും അമ്മയും മകളും മാത്രമുള്ള ലോകമായിരുന്നില്ലേ? വിഷമം ഒരുപാടുണ്ടാവും. അതുവിട്. നമുക്കെന്തായാലും ഉടനെ കല്യാണം കഴിക്കണം. ഇവിടെ പറയണ്ടേ? പറയണം. സമ്മതിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞില്ല അറിഞ്ഞില്ലെന്ന നാളെ ആരും പറയരുത്. ശിവേട്ടൻ പറയാതെ കല്യാണം കഴിച്ചതിൻ്റെ പരിഭവമുണ്ട് ഇവിടെ എല്ലാവർക്കും. അതെ, അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയത്. നിനക്കെന്തായാലും ഞാൻ ഒന്നുകൂടി നിന്നെ കല്യാണം കഴിക്കണം. എന്നാൽ പിന്നെ അതൊരു വലിയ കല്യാണം തന്നെ നടത്തിയേക്കാം. എന്തേ? അവളുടെ ഇരുതോളിലും കൈവച്ചവൻ. ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ. എനിക്കതിനുള്ള അർഹതയുണ്ടോയെന്നാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്. അതേപ്പറ്റി ഇനി നീ കൂടുതൽ ആലോചിക്കുകയേ വേണ്ട. നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ കടന്നു വന്നവളാണ് നീ. ഒരിക്കലും നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് ഞാൻ കരുതിയതല്ല. എല്ലാം ആരോ എഴുതി വെച്ചതുപോലെ. നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ പോലും നീ എനിക്ക് വെറുമൊരു വാടകക്കാരി മാത്രമായിരുന്നു. പക്ഷേ ജീവിതം എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചു. എനിക്കതിലിപ്പോൾ സന്തോഷം മാത്രമാണ്. കുറച്ചുകൂടി മുന്നേ നമ്മൾ കാണേണ്ടതായിരുന്നു. നീയും ഞാനും ഒരുമിച്ച് ഒരു പ്രണയകാലം ഉണ്ടാവേണ്ടതായിരുന്നു. അതെന്താ, നമുക്കിടയിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലേ?
ഉണ്ടെടി, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. കോളേജ് പ്രണയം പോലെ. അല്ലെങ്കിൽ നീ എൻ്റെ ഓഫീസിലാണെങ്കിലും ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ജോലിക്ക് വന്നിരുന്നേൽ അങ്ങനെ ആരുതേലും മതിയായിരുന്നു. ഇതാ പറയുന്നത് നല്ല പ്രായത്തിൽ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിക്കണമെന്ന്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും. ഇതിപ്പോൾ ആകെ മൂത്ത് നരച്ചല്ലോ. അവൾ പറയുന്നത് കേട്ട് അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ആരാടി കിളവൻ? ഞാനാണോ? കല്യാണമൊന്ന് കഴിയട്ടെ, ഇതിനൊക്കെ ചേർത്ത് തരുന്നുണ്ട് ഞാൻ. അവളുടെ കാതിൽ രഹസ്യം പോലെ പറഞ്ഞു. നാണത്തോടെ അവളുടെ മുഖം ചുമന്നു. അയ്യോ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കാതെ പെണ്ണേ. കല്യാണം വരെയൊന്നും ഞാൻ കാത്തു നിന്നെന്ന് വരില്ല. എന്തേ, അത് വേണോ? വേണ്ടേ, മാറിക്കേ. മാറുകയൊന്നും വേണ്ട. അവനെ പിടിച്ചു മാറ്റാൻ ഒരുങ്ങിയതും അവൻ ബലമായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴൊക്കെ അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരു കാന്തിക ശക്തിയാണ്. തന്നെ എല്ലാ അർത്ഥത്തിലും വലിച്ചു ചേർക്കാൻ കഴിയുന്നത് പോലെ. പ്രണയം കൊണ്ട് അവൻ തന്നെ കീഴ്പ്പെടുത്തുകയാണ്. ഇനി ഒരിക്കലും അതിൽ നിന്നൊരു മോചനമില്ല. രാജി ഫോൺ വെച്ചതേ അവളുടെ മുഖം ദേഷ്യത്തിൽ ചുമന്നു. കൊള്ളാം, അങ്ങനെ നീ ഇപ്പം അവളെ കെട്ടണ്ട. എൻ്റെ മോളെ ഒഴിവാക്കി ഒരുത്തിയെ കൊണ്ടുവന്നില്ലേ? അവളും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ നിമിഷം വരെ എനിക്കൊരു വ്യക്തത വരാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നിനക്കവൾ ആരാണെന്ന്. ഇനി നിന്നെയും അവളെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ശിവൻ ഭദ്രയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം രാജി വളരെ രഹസ്യമായി അറിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞപ്പോൾ മുതൽ അവരാകെ വെറി പിടിച്ചതുപോലെയാണ്. ഇങ്ങനെയും രണ്ടിനെയും രണ്ട് വഴിക്കാക്കാനുള്ള ഇതുവരെയുള്ള പ്ലാനുകളെല്ലാം മാറ്റി ഭദ്രയെ എന്നേക്കുമായി ഒഴിവാക്കാനാണ് നോക്കുന്നത്. സ്വന്തം മകളുടെ ജീവിതത്തിനും ആഗ്രഹത്തിനും വേണ്ടി മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന വല്ലാത്തൊരു ദുഷ്ട മനസ്സായിരുന്നു രാജിയുടേത്. വല്ലാതെ സ്വാർത്ഥയായി പോയവർ. അതിനാൽ തന്നെ ചെയ്യുന്നതെന്ത് പറയുന്നതെന്താണെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഒരിക്കൽ ശിവൻ കൊടുത്ത വാണിംഗ് പോലും അവർ മറന്നുപോയിരുന്നു. ഇനിയും അവൾക്ക് നേരെ താൻ നീങ്ങുമ്പോൾ അവൻ നൽകുന്ന ശിക്ഷ എന്താണെന്ന് അവർ ഓർത്തുമില്ല. ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം കളയുന്നതിൽ കുറ്റബോധവും അവർക്ക് ലെവലേശം തോന്നിയില്ല. 2-3 ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ശിവൻ രാവിലെ ഓഫീസിൽ വരെ പോകുവാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. വീട്ടിൽ വേറെ ആരുമില്ല. കല്യാണിയും അവളും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും പുറത്തേക്ക് പോയേക്കുവാണ്. അവർക്കൊപ്പം അച്ഛമ്മയും പോയി. അടുത്ത ഏതോ ബന്ധുവിൻ്റെ കല്യാണമാണ്. ശിവനും വിലയുള്ളതാണ്. അവനത് അറിഞ്ഞതാൽ പോലും ഭാവിക്കാതെ പോയി. രാവിലെ ഭദ്രയില്ലാതെ ഒറ്റയ്ക്ക് പോകാനൊന്നും അവന് പറ്റില്ലായിരുന്നു. എല്ലാവരും പോയതേ ഭദ്ര മുറ്റത്തേക്കിറങ്ങി. ഇപ്പോൾ ചന്ദ്രികയുമായി കുറച്ചടുപ്പമുള്ളതുകൊണ്ട് പോകും മുന്നേ അവളോട് പറഞ്ഞിട്ടാണ് അവർ പോയത്. അവളും അവരോടുള്ള ദേഷ്യം കാണിക്കാനൊന്നും ഇനി പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവർക്ക് നല്ല കുറ്റബോധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ച് ദിവസം അവരോട് ദേഷ്യം കാണിച്ച് നടന്നില്ലേ, ഇനി മതിയെന്ന് അവൾക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് മിണ്ടിയത്. ഇനി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ശിവനും പറഞ്ഞിട്ടുണ്ട്. മുറ്റത്തേക്കിറങ്ങിയതേ വല്ലാത്തൊരാശ്വാസം തോന്നി. ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ആരുമില്ലാത്തപ്പോഴല്ലേ ഇറങ്ങാൻ പറ്റൂ. ആരെങ്കിലും ഉള്ളപ്പോൾ ഇറങ്ങിയാൽ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് അവൻ്റെ അച്ഛനെ കണ്ടാൽ. അയാളുടെ മുന്നിൽ ചെന്ന് പെടാതെ ഇരിക്കാൻ അവൾ പരമാവധി നോക്കും. കൊച്ചേ, നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണിയാണ്. എവിടെയെങ്കിലും കുറച്ചു നേരം സമാധാനത്തിൽ നിൽക്കാമെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ലവർ. എല്ലാവരും കഴിച്ചിട്ടാ പോയത്. ഇനി കൊച്ചുകൂടിയേ ഉള്ളൂ. കഴിക്കാമായിരുന്നു. എനിക്കും കഴിക്കാമായിരുന്നു. എന്നെ നോക്കണ്ട, ചേച്ചി കഴിച്ചു. പിന്നെ തികഞ്ഞില്ലെന്നൊന്നും പറയരുത്. കല്യാണി പറയുന്നത് കേട്ട് ഭദ്ര പല്ല് കടിച്ചവരെ നോക്കി. ചേച്ചി മുഴുവനും കഴിച്ചു. എനിക്ക് വേണ്ട, പോരെ? അവൾ അരിശത്തോടെ പറഞ്ഞതും കല്യാണി താൻ പറഞ്ഞത് അബദ്ധമായതുപോലെ അവളെ നോക്കി. അയ്യോ കുഞ്ഞെ, അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ മുന്നോട്ട് നടന്നു. ഗേറ്റിനടുത്തേക്ക് നടന്നു പോകുന്നവളെ കണ്ടാണ് കല്യാണി അകത്തേക്ക് കയറിപ്പോയത്. ഷോ, ആ കൊച്ചിനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇനി അതെങ്ങാനും ശിവൻ കൊണ്ടിനോട് പറഞ്ഞു കൊടുക്കുമോ? പറഞ്ഞു കൊടുത്താൽ തൻ്റെ കാര്യം തീർന്നു. ഇതുവരെ അതിനോട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ഒന്നും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതും പറയില്ലായിരിക്കും. അങ്ങനെ സമാധാനിച്ച് കല്യാണി അകത്തേക്ക് കയറിപ്പോയി. അവരെല്ലാം വരുമ്പോഴേക്കും ചോറും കറിയും ഉണ്ടാക്കി വെക്കണം. ആദ്യം പോയി എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ടല്ലേ പണിയൊക്കെ. ഭദ്ര ഗേറ്റിനടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കുവാണ്. ഇതുവരെ ഇവിടേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ആരുമില്ലാത്ത ധൈര്യത്തിൽ അവൾ ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. അതേസമയം അവളെയും കാത്ത് ചിലരൊക്കെ പുറത്തു നിന്നത് അവൾ അറിഞ്ഞതുമില്ല. തനിക്ക് വന്നു ചേരാൻ പോരുന്ന വലിയ വിപത്തിനെപ്പറ്റി ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല. 2-3 ദിവസം സ്റ്റോറി വൈകിയത് മനഃപൂർവ്വം അല്ല. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു.
അതിനെ കുറച്ച് തിരക്കി പെട്ടുപോയതുകൊണ്ടാണ് സ്റ്റോറി ഇടാഞ്ഞത്. വായിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷം. അടുത്ത പാർട്ട് നാളെ ഇടാം. സ്നേഹത്തോടെ.